ഇന്നലെ മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ആശാപ്രവർത്തകരുടെ ഓണറേറിയം തുക അത് 9,000-ൽ നിന്ന് 12,000-ആയി ഉയർത്തിയ പുതിയ സർക്കാർ നടപടിയെ സമരത്തിന്റെ ഒരു വിജയമായി തന്നെയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കാണുന്നത്. ഭാവിയിൽ 21,000 രൂപയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ തുടരുമെന്നും ആശമാർ പറയുന്നു. അംഗനവാടി ജീവനക്കാരുടെ വേതനത്തിൽ 1,000 രൂപയാണ് UDF സർക്കാർ പ്രഖ്യാപിച്ചത്. അംഗനവാടി ജീവനക്കാർക്കും 21,000 രൂപ വേതനമാണ് അവർ ആവശ്യപ്പെടുന്നത്. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, നേരിയ വർധനയെ ഉണ്ടായുള്ളൂ എങ്കിലും തുടക്കമാണ്. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം ആശമാർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി തുടർന്നും 21,000 രൂപ എന്നുള്ള ആവശ്യത്തിൽ അവർ എന്തായാലും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഷിഗാസ്, റോഷ്നി, VDSന്റെ തന്നെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ 3,000 രൂപയാണ് ഇപ്പോൾ ഈ ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് 21,000 രൂപയാണ് അവർ മുന്നോട്ട് വെച്ച ആവശ്യം. നിലവിൽ 12,000 രൂപയായിരിക്കുകയാണ്. കഴിഞ്ഞ ഈ 2 ടേമിലായിട്ടുള്ള പിണറായി സർക്കാരിന്റെ കാലത്ത് 8,000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അതിന് പിന്നാലെ ആണ് ഇപ്പോൾ ഈ 3,000 രൂപയുടെ വർധനവ്. സ്വാഭാവികമായിട്ടും അത് അവരുടെ സമരത്തിന്റെ വിജയമായിട്ട് തന്നെയാണ് അവർ നോക്കിക്കാണുന്നത്. പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് അവർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം അത് പരിഹരിക്കപ്പെടുമെന്നുള്ളത് ഇന്നലെ നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ പങ്കുവച്ചിരുന്നു. അത് സമരത്തിന്റെ വിജയമായിട്ട് കാണുന്നു. എന്തായാലും ഒരു ആശ്വാസകരമായിട്ട് തന്നെയാണ് ഈ നിലപാടിനെ കാണുന്നത്. കാരണം 266 ദിവസമാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവർ സമരം ചെയ്തത്. ആ ഘട്ടത്തിൽ അവർക്ക് വർദ്ധിപ്പിച്ചത് ഏറ്റവും ഒടുവിൽ ഒരു 1,000 രൂപയും പിന്നീട് 1,000 രൂപ, അങ്ങനെ 2,000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പ്രതിദിന വേതനം 700 രൂപയായി ഉയർത്തണമെന്നുള്ളതാണ് അവരുടെ എക്കാലത്തെയും ആവശ്യം. ആ ആവശ്യത്തിലേക്ക് എന്തായാലും ഉറപ്പ് നൽകിയാണ് ഈ സർക്കാർ അധികാരത്തിലെത്തിയത്. കാരണം അന്ന് ആ സമരവേദിയിലെത്തിയാണ് വി.ഡി. സതീശൻ ഉറപ്പ് നൽകിയത്. പക്ഷെ ആ ഉറപ്പ് പൂർണ്ണമായിട്ടും പരിഹരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പ്രത്യക്ഷത്തിൽ പറയാം. കാരണം 21,000 രൂപ ഉറപ്പായിട്ടും നൽകുമെന്നുള്ളതായിരുന്നു അവർ എടുത്ത തീരുമാനം. പക്ഷേ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കണക്കിലെടുത്താണ് ഈ 3,000 രൂപ ആദ്യം നൽകുന്നത്. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാം നോക്കി അവർ ധവളപത്രമൊക്കെ ഇറക്കുമെന്ന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി നൽകിയിരുന്നു. അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ട് ഈ തുക വർദ്ധിപ്പിക്കുന്നതാണ്. എന്തായാലും ആശാ വർക്കർമാർക്ക് 3,000 രൂപ വർദ്ധിപ്പിച്ചത് എന്തായാലും ആശ്വാസകരമാണ്. ഒപ്പം തന്നെ അംഗൻവാടി ജീവനക്കാർക്കും അവരുടെ ആവശ്യവും 21,000 രൂപ തന്നെയായിരുന്നു. അതിൽ ഇപ്പോൾ 1,000 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ 10 വർഷം പൂർത്തിയായവർക്ക് 16,000 രൂപ എന്തായാലും കിട്ടുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, അതിന് താഴെയുള്ളവർക്ക് 15,500 രൂപ ലഭിക്കും. ഈ ഹെൽപ്പർമാർക്കും ഈ 1,000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാചക തൊഴിലാളികൾക്കും 1,000 രൂപ വർദ്ധിച്ച് ഒരു ജനപ്രിയ തീരുമാനം എന്തായാലും ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആ തീരുമാനമുണ്ടായിരിക്കുന്നു. അത് വളരെ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്കിം വർക്കേഴ്സ് ആയിട്ട് നിൽക്കുന്നവർ നോക്കിക്കാണുന്നത്. ഷിഗാസ്, റോഷ്നി. ശരി, അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.